ഈ വികസിത തിരുവനന്തപുരത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഈ ആദ്യത്തെ ബഡ്ജറ്റ് ഏറെ നല്ലൊരു ബഡ്ജറ്റാണ്. സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. വീട്, കുടിവെള്ളം, തെരുവുനായ ശല്യം ഇതെല്ലാം ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളായിരുന്നു. മുദ്രാവാക്യമല്ല, ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്ന് അത് കാണിച്ചു കൊടുക്കാൻ അതിൻ്റെ ഒരു ഉറപ്പ് തെളിവാണ് ഇന്നത്തെ ബഡ്ജറ്റ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തിൽ ഞങ്ങൾ കൊടുത്തൊരു വാഗ്ദാനം, അതിന് കിട്ടിയ ജനങ്ങളുടെ ഒരു പിന്തുണ വഴിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് ഒരു മാൻഡേറ്റ് NDAക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു ബ്ലൂ പ്രിന്റ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വന്നു, അദ്ദേഹം ഈ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിച്ചു. 5 കൊല്ലം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, മാറ്റം എന്താണ്, മാറാത്തത് ഇനി മാറും, അതിൽ എന്താണ് മാറ്റം എന്ന് ഞങ്ങൾ കൃത്യമായി അന്ന് മുമ്പിൽ വെച്ചു. ഇന്ന് അതിൻ്റെ ഭാഗമായി 5 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനും തിരുവനന്തപുരം നഗരത്തിനെ ഇന്ത്യയുടെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ അതിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് ഇന്ന് മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥ്ജിയും അവതരിപ്പിച്ചു. ഞാൻ ആ ബഡ്ജറ്റ് സെഷനിൽ ഇരുന്നു, അവർ പറഞ്ഞതെല്ലാം കേട്ടു. ആദ്യമായി പാർട്ടീൻ്റെ പേരിലും ഒരു തിരുവനന്തപുരം നിവാസി ആയി അതിൻ്റെ പേരിലും അവരുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരും, VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും അവിടെ ഇരിക്കുന്ന 101 കൗൺസിൽ അംഗങ്ങൾക്ക് ഞാൻ ഇന്ന് അഭിനന്ദനങ്ങൾ പറയുന്നു, അവർക്ക് ആശംസകൾ കൊടുക്കുന്നു. ഈ വികസിത തിരുവനന്തപുരത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഈ ആദ്യത്തെ ബഡ്ജറ്റ് ഏറെ നല്ലൊരു ബഡ്ജറ്റാണ്. സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. വീട്, കുടിവെള്ളം, തെരുവുനായ ശല്യം ഇതെല്ലാം ഞങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളായിരുന്നു. മുദ്രാവാക്യമല്ല, ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്ന് അത് കാണിച്ചു കൊടുക്കാൻ അതിൻ്റെ ഒരു ഉറപ്പ് തെളിവാണ് ഇന്നത്തെ ബഡ്ജറ്റ്. അപ്പോൾ ഞാൻ പാർട്ടീൻ്റെ പേരിലും ഇവിടുത്തെ എല്ലാ പ്രവർത്തകരുടെ പേരിലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ലീഡർഷിപ്പ്, മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, അവരോടൊപ്പം എല്ലാ അംഗങ്ങളും ഞാൻ ഇന്ന് അഭിനന്ദനങ്ങൾ പറയുന്നു. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതുതായിട്ടെത്തിയ മുൻ പറവൂർ മുനിസിപ്പൽ ചെയർമാനും കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും AICC അംഗവുമായിട്ടുള്ള ശ്രീമതി വത്സല പ്രസന്നകുമാറിനെ ക്ഷണിക്കുന്നു. ഞാൻ സന്തോഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് അതിലേക്ക് ഒരംഗമായി ചേരുകയാണ്. ഈ പ്രവർത്തനങ്ങളിലെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എൻ്റെ എല്ലാ ശ്രമവും എല്ലാ കഴിവും ഉപയോഗിക്കാനും ഞാൻ തയ്യാറാണ്. എന്നെ ഇതിലേക്ക് സ്വീകരിച്ച എല്ലാവരോടും എൻ്റെ അഗൈതവമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ മാറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചു. അതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് നീങ്ങാനുണ്ട്. അതിനെല്ലാം വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാനും അതിലൊരംഗമായി തീർന്നിരിക്കുന്നു. ആ സന്തോഷം എല്ലാവരെയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.